ഗുജറാത്ത് മലയാളികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത്. ഈ വർഷത്തെ നമ്മളുടെ ഗുജറാത്ത് മലയാളികളുടെ കായിക മാമാങ്കത്തിൻ്റെ കലാശക്കൊട്ടിലേക്ക് ഇനിയും ഒരു ദിവസം മാത്രം ബാക്കി. ഫെബ്രുവരി 2023 5-ാം തീയതി ബറോഡ MS യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ തിരിതെളിയിച്ച് ഈ കായിക മാമാങ്കത്തിൻ്റെ കലാശക്കൊട്ട് നാളെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ കലാശക്കൊട്ടോടുകൂടി അവസാനിക്കുന്നതാണ്. ഞങ്ങൾ അംഗ്ലേശ്വർ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും ഞങ്ങൾ അംഗ്ലേശ്വർ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഫെക്മയുടെ സ്പോർട്സ് സെക്രട്ടറിയുമായ ശ്രീ ബിജു സേവ്യറിനെ വളരെ അത്യധികം ബിസി ഷെഡ്യൂളിനിടയിൽ ആണെങ്കിൽ പോലും ഒരു അല്പസമയം അദ്ദേഹത്തിൻ്റേത് നമ്മളൊന്ന് കടം കൊള്ളുകയാണ്. അതിവിപുലമായ തയ്യാറെടുപ്പുകളാണ് ഫെക്മ ഈ വർഷത്തെ ഫെക്മയുടെ കായികോത്സവത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തയ്യാറെടുപ്പുകൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വ്യക്തിപരമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഊണും ഉറക്കവും ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഫെക്മയുടെ ഭാരവാഹികൾ, അതും പ്രത്യേകിച്ച് നമ്മളുടെ സ്പോർട്സ് സെക്രട്ടറി ബിജു സേവ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിവിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് ഒരു ദിവസം മുൻപ് തന്നെ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുവാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ബിജുഭായ് ഇരിക്കുകയാണ്. അതിനിടയിൽ നിന്നും ഒരു അല്പസമയം GNMന് വേണ്ടി ബിജുഭായ് തന്നിരിക്കുകയാണ്. സോ ബിജുഭായ് നമസ്കാരം. നമസ്കാരം. ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഏകദേശം നമുക്ക് വേണമെങ്കിൽ പറയാം 1 വർഷത്തോളമാകുന്നു ഫെക്മയുടെ ഈ വർഷത്തെ കായികോത്സവത്തിന് തിരിതെളിഞ്ഞിട്ട്. ഫെബ്രുവരി 5-ന് ബറോഡയിൽ വെച്ചിട്ട് നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആണ് ഈ വർഷത്തെ കായിക മാമാങ്കത്തിന് തിരിതെളിഞ്ഞത്. സോ ഇപ്പോൾ അതിൻ്റെ ഒരു കലാശക്കൊട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി തന്നെ കാണുന്നുണ്ട്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കമ്പനിയിലെ കാര്യങ്ങൾ പോലും വിട്ടിട്ട് ബിജുഭായ് ഇതിൻ്റെ തയ്യാറെടുപ്പുകൾക്കായിട്ട്, എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി 2 മണി വരെ ഇതിൻ്റെ പുറകിലുള്ള തയ്യാറെടുപ്പുകളായിട്ട് ട്രോഫി കാര്യങ്ങൾ, ബാക്കിയുള്ള സ്റ്റിക്കറിങ് വർക്കുകൾ, ടേബിൾസ് തയ്യാറാക്കുക, ഇങ്ങനെ ഒരുപാട് നീക്കുന്നു. സോ എന്തൊക്കെയാണ് ഫെക്മ ഈ വർഷം നമ്മൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഗുജറാത്ത് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നാളത്തേക്ക് വേണ്ടി? ഗുജറാത്തിലെ മലയാളികളുടെ ഇടയിൽ നിന്ന് കായിക പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ അവരെ അനുമോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഫെക്മ, ഫെഡറേഷൻ ഓഫ് ഓൾ ഗുജറാത്ത് മലയാളി അസോസിയേഷൻ, 2 വർഷം കൂടുമ്പോൾ ഒരു ടൈമിൽ ഒരു പ്രാവശ്യം നടത്തിക്കൊണ്ടുപോകുന്ന ഈ കായിക മാമാങ്കം. ഇതിന് തുടക്കം കുറിച്ചിട്ട് ഫെബ്രുവരി 5-ന് നമ്മൾ അഹമ്മദാബാദിൽ വെച്ച് ക്രിക്കറ്റ് മത്സരം നടത്തുകയുണ്ടായി. അതിൽ പാർട്ടിസിപ്പൻസ് 10-11 പാർട്ടിസിപ്പൻസ് ടീമുകളുണ്ടായിരുന്നു. അതിനുശേഷം ഇൻഡോർ ഗെയിംസ് വൾസാഡിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം വാപ്പിയിൽ വെച്ച് ഫുട്ബോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഈ എല്ലാ കോമ്പറ്റീഷനുകളും, കായിക കോമ്പറ്റീഷനുകളിലും ഗുജറാത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഭുജ് മുതൽ സിൽവാസ വരെയുള്ള എല്ലാ അംഗസമാജങ്ങളിൽ നിന്നും ഓരോരുത്തരും അത് പങ്കെടുത്ത് അതിൽ ഒരു ഭാഗമായി പ്രവർത്തിച്ച് അതിനെ വളരെയധികം ഭംഗിയാക്കി ഇതുവരെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. നാളെ ഈ മാമാങ്കത്തിൻ്റെ കലാശക്കൊട്ടാണ്. എല്ലാവരും വളരെയധികം കാത്തിരിക്കുന്ന, എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ടൈമിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഉള്ള എൻ്റെ ലാസ്റ്റ് പ്രസൻസും കൂടിയാണ് നാളത്തെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാമാങ്കം അല്ലെന്നുണ്ടെങ്കിൽ ഈ അത്ലറ്റിക്സ് കോമ്പറ്റീഷനും അതിൻ്റെ ഓപ്പണിംഗ് സെറാമണിയും അതേപോലെ തന്നെ ക്ലോസിങ്ങും. അപ്പോൾ ഇത് സമയനിഷ്ഠമായി കാര്യങ്ങൾ നടത്തി തിരിയുമ്പോഴാണ് ഒരു സ്പോർട്സ് സെക്രട്ടറി എന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് അത് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമാജത്തിൽ നിന്നും ഓരോ എൻട്രീസ്, അതായത് ഈ പ്രാവശ്യം നമ്മുടെ അത്ലറ്റിക്സിൻ്റെ ഡേയിൽ നടക്കുന്ന കോമ്പറ്റീഷനുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളീയ ഒരു വളരെയധികം ആഘോഷമായി അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി നോക്കുന്ന വടംവലി മത്സരം, അതേപോലെ തന്നെ പിന്നെ ഓട്ടം, അതിലെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതോടൊപ്പം തന്നെ നമ്മൾ ലേഡീസിനെയും മാക്സിമം പരിപാടികൾ കോമ്പറ്റീഷനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പരിപാടികൾ, അതായത് ഫെക്മയുടെ എല്ലാ പരിപാടികളിലും, അതായത് ലേഡീസിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, കൂടെ ഉണ്ട് എല്ലാ സമയത്തും.
അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് ഒരു 7:30 കൂടി പരിപാടികളുടെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ഒരു 8:30 കൂടിയാണ് നമ്മൾ ഇനോഗ്രേഷൻ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. 9 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലോസിംഗ് ലെവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ക്ലോസ് ചെയ്ത് വരുന്നവർക്കും, അതായത് തലേദിവസം വരുന്നവർക്കും പിറ്റേ ദിവസം സ്റ്റേ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുത്തി അവരെ പെട്ടെന്ന് അവരുടേതായ സ്ഥലങ്ങളിൽ തിരിച്ചു പോകുന്ന സിറ്റുവേഷനും, അത് ഫെഗ്മയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി പോകുന്നത്. ആ ഉത്തരവാദിത്വമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം വളരെയധികം ആവേശത്തോടും ആഗ്രഹത്തോടും ഭംഗിയോടും കൂടി നടത്തി ഭംഗിയാക്കുവാൻ വേണ്ടി, ഫെഗ്മയ്ക്ക് വേണ്ടി ആ കാര്യം ചെയ്യുവാനായിട്ട് ഞാൻ വളരെയധികം കടപ്പെട്ട വ്യക്തിയും കൂടിയാണ്. അത് അതിനനുസരിച്ച് ഞാൻ എൻ്റെ സമയവും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെലവഴിച്ചത് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയാണ്. അതേപോലെ തന്നെ സമാജങ്ങളും ഓരോരുത്തരുമായിട്ടുള്ള കോർഡിനേഷൻസും കണ്ടക്ട് ചെയ്യുന്നുള്ള മെത്തേഡുകളും കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഡേ ബൈ ഡേ ഡിസ്കഷനിൽ കൂടെയാണ് നമ്മൾ നാളത്തെ ഈ ഒരു സംരംഭത്തിൻ്റെ വിജയം സ്വപ്നം കണ്ട് നടക്കുന്നത്. അത് ഭംഗിയാവുമ്പോഴാണ് എനിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫെഗ്മയ്ക്കും അതിൻ്റെ സംതൃപ്തി കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാവരും, അതായത് ഇതിൽ പങ്കെടുക്കുന്നവരും അവരുടെ സഹായവും സഹകരണവും അവരുടെ എന്താ പറയുക, നമ്മൾ വെൽവിഷസും കൂടി കൂടെ കൊണ്ടുകൊണ്ട് തന്നെ ഈ പരിപാടി ഭംഗിയായി തരുവാൻ അല്ലെങ്കിൽ അത് നടക്കുവാനായിട്ട് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 32ഓളം മലയാളി വെൽഫെയർ അസോസിയേഷൻസ്, അതല്ലെന്നുണ്ടെങ്കിൽ മലയാളി സമാജങ്ങളാണ് ഗുജറാത്തിലെമ്പാടുമുള്ളത്. അതിൽ നിന്നും നിരവധി സമാജങ്ങൾ നാളെ മാറ്റുരയ്ക്കുവാൻ വേണ്ടിയിട്ടും നേരത്തെ കഴിഞ്ഞിട്ടുള്ള ഇൻഡോർ ഗെയിംസ് അതുപോലെ തന്നെയുള്ള ഔട്ട്ഡോർ ഗെയിംസ് അതിൻ്റെയൊക്കെ പ്രൈസുകൾ വാങ്ങുവാൻ വേണ്ടിയിട്ടും അഹമ്മദാബാദിൽ എത്തിച്ചേരുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം സമാജങ്ങൾ നാളെ അഹമ്മദാബാദിൽ എത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഈ എത്തുന്ന സമാജങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെഗ്മയുടെ സൈഡിൽ നിന്നിട്ട് ആസ് എ ഹോസ്റ്റ് എന്നുള്ള നിലയിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഫെഗ്മയുടെ സൈഡിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നാളത്തെ പരിപാടി, അതായത് ഫെഗ്മയുടെ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻസും അതേപോലെ തന്നെ ക്ലോസിംഗ് സെറമണിയും അത് ഹോസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദ് കേരള സമാജമാണ്, AKS. ഓക്കെ. ഇപ്പം AKS ഇതിൽ വളരെയധികം പ്രാഗൽഭ്യം ഉള്ള ആൾക്കാരും പിന്നെ ഫെഗ്മയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടീമാണ് എപ്പോഴും അഹമ്മദാബാദ് സമാജം. അങ്ങനെ ഒരു സമാജം ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റേതായ അഹമ്മദാബാദ് എന്ന സ്ഥലത്ത് അഹമ്മദാബാദ് ഫെഗ്മയുടെ ഏറ്റവും വലിയൊരു കേന്ദ്ര ഘടകമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ ആ പരിപാടി നടത്തുന്ന സമയത്ത് അവരുടേതായ എല്ലാ പ്രസൻസും ഏറ്റവും നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമാണ് അഹമ്മദാബാദ് സമാജം. അത് അവരുടെ പ്രസ്റ്റീജിൻ്റെയും കൂടി വിഷയമാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഈ പങ്കെടുക്കുന്ന സമാജങ്ങളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ പാർട്ടിസിപ്പൻസ് ഇന്ന് തന്നെ അവിടെ പല സമാജങ്ങളിൽ നിന്നും കുറച്ച് നേരത്തെ എത്തും, ചിലപ്പോൾ ഒരു രാത്രി മിഡ് നൈറ്റോട് കൂടി എത്തും, പിന്നെ അല്ലെങ്കിൽ 3 മണിക്ക് 4 മണിക്ക് വെളുപ്പിനും. അപ്പോൾ ഇതിന് വേണ്ട അവർക്ക് റെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നൈറ്റ് ചിലവഴിക്കാനും അതുപോലെ തന്നെ പിറ്റേ ദിവസം റിഫ്രഷ് ആവാനും എല്ലാ സൗകര്യങ്ങളും അഹമ്മദാബാദ് സമാജം ഇതുവരെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് അതെല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് കോണ്ടാക്റ്റിൽ നിൽക്കുന്നവരാണ്. അത് പ്രോപ്പറായിട്ട് അവർ ചെയ്യും. അതിൻ്റേതായ ഇൻഡിവിജ്വലായിട്ട് ഓരോ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അഹമ്മദാബാദ് സമാജത്തിൻ്റെ കൊണ്ടുള്ള ഹോസ്റ്റിംഗ് സമാജത്തിൻ്റെ ഒരു പ്രസ്റ്റീജും അതേപോലെ തന്നെ അവരുടെ പ്രസൻസും അവരുടെ സപ്പോർട്ടോടുകൂടി ഈ പരിപാടി വളരെയധികം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. ജിഭായ്, ബറോഡയിൽ വെച്ചിട്ട് നമ്മളുടെ ക്രിക്കറ്റ്, വോളിബോൾ മത്സരങ്ങളും അതുപോലെ തന്നെ വാപ്പിയിലും വത്സാഡിലുമായിട്ട് ഇൻഡോർ ഗെയിംസ് മറ്റുള്ള ആക്ടിവിറ്റീസ് നടന്നിരുന്നു. പലതിലും ഞാനും നേരിട്ട് തന്നെ പ്രസൻറ്റ് ആയിരുന്നു. എൻ്റെ ഒരു സാന്നിധ്യം ബറോഡയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഫേസ് ചെയ്തിരുന്നൊരു, അല്ലെങ്കിൽ എനിക്ക് കണ്ടിട്ടൊരു സുഖമില്ലായ്മ എന്ന് തോന്നിയ ഒരു സംഗതിയാണ് നമ്മളുടെ ജനറൽ പബ്ലിക്കിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ. അതായത് സമാജത്തിൻ്റെ പ്ലെയേഴ്സും മാത്രം ആയിരുന്നു ഈ പറയുന്ന എല്ലാ ഗ്രൗണ്ടുകളിലും ഉണ്ടായിരുന്നത്. പബ്ലിക് എന്ന് പറയുന്ന ഏകദേശം 4 അല്ലെങ്കിൽ 5 ലക്ഷത്തോളം മലയാളികൾ നമ്മളുടെ എൻ്റയർ ഗുജറാത്തിലുണ്ട്. അതിൻ്റെ അകത്തൊരു 0.1% പോലും ജനറൽ പബ്ലിക് അതായത് കാഴ്ചക്കാർ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ ആരും കണ്ടിരുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആസ് എ കൺസേൺ പേഴ്സൺ ഓഫ് ഫെഗ്മ എന്താണ് നമ്മുടെ ജനറൽ കാറ്റഗറി പബ്ലിക്കിനോട് പറയാനുള്ളത്? ഫെഗ്മ
കാലങ്ങളായി മേജറായിട്ട് നടത്തി വരുന്ന 2 ഫംഗ്ഷനുകളിൽ ഒന്നാണ്. ഒന്ന് കായികോത്സവം, 2 കലോത്സവം. അപ്പോൾ കായികോത്സവത്തിൻ്റെ തുടക്കങ്ങളിലുള്ള മത്സരങ്ങൾ, അതായത് ക്രിക്കറ്റ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ ഫുട്ബോൾ കോമ്പറ്റീഷൻ, ഇൻഡോർ ഗെയിംസ്, അത് നടക്കുന്ന സമാജങ്ങളും വെന്യൂ അനുസരിച്ചായിരിക്കും എപ്പോഴും അതിൻ്റെ ഒരു പബ്ലിക്കിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ മലയാളികൾ, അതല്ല ഗുജറാത്തിലെ മലയാളികൾ, നമ്മൾ 5 ലക്ഷത്തോളം 6 ലക്ഷത്തോളം മലയാളികൾ ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഫംഗ്ഷനുകളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ പ്രസൻസ്, കാഴ്ചക്കാർ കുറവാണ്. അതിൻ്റേതായ കുറച്ച് ന്യായീകരണങ്ങളും കാരണങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ അഹമ്മദാബാദിൽ ക്ലോസിംഗ് സെറമണി എന്ന നിലയിൽ, അതായത് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു 600ഓളം പാർട്ടിസിപ്പൻസാണ് നമ്മൾ ഇവിടുത്തെ കോമ്പറ്റീഷനിൽ, ഈ അത്ലറ്റിക് കോമ്പറ്റീഷനും വടംവലിയുടെ കോമ്പറ്റീഷനും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ ഈ ഒരു ആകാംക്ഷയും അതേപോലെ തന്നെ ഒരു അവസാന ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം നാളത്തെ കോമ്പറ്റീഷനിൽ മാക്സിമം അഹമ്മദാബാദിൻ്റെ ഒരു പ്രസൻറ്റ്, അതായത് അഹമ്മദാബാദിൽ പബ്ലിക് അതേപോലെ തന്നെ കൂടുതലാണ്, മലയാളികൾ കൂടുതലാണ്, പിന്നെ ഏകദേശം സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നാളത്തെ സംരംഭത്തിൽ അല്ലെങ്കിൽ നാളത്തെ ഈ ഫംഗ്ഷനിൽ ആളുകൾ കാഴ്ചക്കാരായിട്ട് വളരെയധികം കൂടുതലായിട്ടുണ്ടായിരിക്കും. അത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു അതിലും കൂടുതലായിട്ട് വരാൻ ചാൻസും ഉണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷം വളരെയധികം വ്യത്യാസങ്ങൾ, ജീവിതശൈലികൾ വന്നതിന് ശേഷം സംഭവിച്ച ഒരു മാറ്റമാണ്. അതായത് പല പ്രാവശ്യവും അല്ലെങ്കിൽ 10 പ്രാവശ്യം പുറത്തു പോയിരുന്ന വ്യക്തി ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആ സമയത്ത് അതിൻ്റെ പാരലായിട്ട് ചിന്തിക്കുമ്പോൾ പോകുന്നുള്ളൂ. പക്ഷേ ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് റിക്വസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഗുജറാത്തിലെ എല്ലാ മലയാളികളും, അതായത് നമ്മുടെ ഇടയിലുള്ള കലാപ്രതിഭകളെ സെലക്ട് ചെയ്യുവാനും അതോടൊപ്പം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതിൽ കുറേ വ്യക്തികളുടെ ആത്മാർത്ഥമായിട്ടുള്ള ശാരീരികമായാലും അതേപോലെ തന്നെ മറ്റേ പല വർക്കുകളും പൈസ കൊണ്ട് എല്ലാം ചിലവാക്കിയിട്ടാണ് ഈ സംരംഭം അല്ലെങ്കിൽ ഒരു നാളത്തെ ഒരു കായികോത്സവത്തിൻ്റെ ഫൈനൽ ലെവലിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്നുള്ളൊരു മാറ്റർ, അത് നമ്മൾ ചിലവാക്കുന്ന സമയവും അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക അധ്വാനവും പൈസയ്ക്കും മൂല്യമായിട്ടുള്ള ഒരു കാഴ്ചക്കാരും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമുള്ള നാളെയും ഇതേപോലെയുള്ള സംരംഭങ്ങളും അല്ലെങ്കിൽ മാമാങ്കങ്ങൾ വരുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ പ്രസൻസിനോടൊപ്പം തന്നെ പ്രചോദനം എന്നുള്ളൊരു സബ്ജക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും നാളത്തെ ഈ പരിപാടിയിലേക്ക്, അതായത് നാളെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും വന്ന് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ തന്നെ ഇതിൽ സെലക്റ്റീവായി വരുന്നവരെയും അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്നവരെയും അനുമോദിക്കുവാനും മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇവർക്ക് ഇതിലും കൂടുതൽ പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായ സഹകരണവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഫെഫ്മയുടെ സ്പോർട്സ് സെക്രട്ടറി, അഖിലേശ്വർ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ബിജു സേവ്യർ ആണ്. അദ്ദേഹത്തിൻ്റെ വളരെയധികം വാല്യബിളായിട്ടുള്ള ടൈം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. GNMൻ്റെ പ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ഗുജറാത്ത് മലയാളി എന്ന നിലയിലും എൻ്റെയും ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അപേക്ഷയാണ്. ഗുജറാത്തിൽ എമ്പാടുമുള്ള കഴിവുള്ളിടത്തോളം മലയാളികൾ നാളെ അഹമ്മദാബാദിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് ഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മളുടെ കായിക മാമാങ്കത്തിൻ്റെ കലാശക്കൊട്ടിലേക്ക് എത്തിച്ചേരുക. ഈ ഒരു പരിപാടി നമ്മൾ ഗുജറാത്ത് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഫെഫ്മ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പല പല സമാജങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളായിട്ടുള്ള പല തുറയിൽ പ്രവർത്തിക്കുന്നതും ബിസിനസ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളാണ് എത്തുന്നത്. സോ കൂടുതൽ ആളുകളെ നമ്മൾക്ക് പരിചയപ്പെടുവാനും നല്ല വലിയൊരു ഗ്യാതറിങ് ആക്കുവാനും പേഴ്സണൽ ലെവലായാലും ശരി, ചിലപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള രീതികളിലാണെങ്കിലും ശരി, നമ്മൾക്ക് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ ആളുകളെ പരിചയപ്പെടുവാനും ഇങ്ങനെയുള്ള ഗ്യാതറിങ്സ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. സോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അപേക്ഷയും കൂടിയാണ്, കഴിവുള്ളിടത്തോളം ആളുകൾ നാളെ
അങ്ങ് ബാപ്പി തൊട്ട് ഗാന്ധി ഡാം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞായറാഴ്ചയും കൂടിയാണ്, അവധി ദിവസമാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിവുള്ളിടത്തോളം ആളുകൾ നാളെ എത്തിച്ചേരുക എന്ന് ഞാനും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്.